പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റാൻ കോൺഗ്രസിൽ ചർച്ചയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സജോ ദേവസ്യ. പകരം മനോജ് മുത്തേടൻ, ജേസൺ ജോസഫ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യം പരിഗണിച്ചാണ് പാർട്ടി നീക്കം. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കാൻ CPM-ലും ആലോചന നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായി സാജു പോളിനെ പരിഗണിക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റാനുള്ള ചർച്ചകൾ അത് ഏത് ഘട്ടത്തിൽ എത്തിയെന്ന് നമുക്ക് പറയണം. പക്ഷേ എൽദോസിനെ പോലുള്ള ഒരു നേതാവിനെ, പ്രതിച്ഛായുള്ള ഒരു നേതാവിനെ മാറ്റുന്നതോടെ ആ സീറ്റിൽ അതൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകില്ലേ, പ്രത്യേകിച്ച് CPM ആ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ? വിനീത, കോൺഗ്രസിൽ സിറ്റിംഗ് MLA-മാരെ മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എറണാകുളത്തെ കോൺഗ്രസിൽ അത് അസാധ്യമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എറണാകുളം മുൻ MP KV തോമസിനെ സിറ്റിംഗ് MP ആയിരുന്നപ്പോഴാണ് മാറ്റി ഹൈബിയെ കൊണ്ടുവന്നത്. അത്തരം പരീക്ഷണങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് രണ്ട് പ്രധാനപ്പെട്ട സീറ്റുകൾ, ഒന്ന് കൊച്ചി, മറ്റൊന്ന് വൈപ്പിൻ, ഈ രണ്ട് സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് സജീവ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ പരിഗണനയിലുള്ള പേരുകൾ കൂടി നോക്കിയാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റും. അങ്ങനെ വരുമ്പോൾ പെരുമ്പാവൂരിൽ മാറ്റം കൊണ്ടുവരാനുള്ള ആലോചനയാണ്. പല നേതാക്കളും ഇത് സംബന്ധിച്ച് അഭിപ്രായം ഉന്നയിച്ചു. അതിനെ കേന്ദ്രീകരിച്ചാണ് ഈ സജീവ ചർച്ച പുരോഗമിക്കുന്നത്. കൊച്ചിയിൽ പ്രധാനമായും ഡൊമിനിക് പ്രസന്റേഷനെ, അതോടൊപ്പം മുഹമ്മദ് ഷിയാസിന്റെ പേര് ഒന്നാം പേരായി തന്നെ പരിഗണിക്കുന്നുണ്ട് കൊച്ചിയിൽ. അത് അവിടുത്തെ ഒരു കാര്യം. നേരെ വൈപ്പിനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ടോണി ചെമ്മണി അടക്കമുള്ള അജയ് തറയിൽ, ടോണി ചെമ്മണിയും ഷാരോൺ പനക്കൽ എന്നിവരുടെ പേരുകൾ കൂടി പരിഗണിക്കുന്നു. ഇവരിൽ ആരെങ്കിലും ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു സമവാക്യം പാലിക്കണം, കോൺഗ്രസിലെ ആഭ്യന്തര സമവാക്യം പാലിക്കണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെയും പെരുമ്പാവൂരിനെ കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തതാണ്. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ചെറിയൊരു ആശങ്ക എൽദോസ് കുന്നപ്പള്ളിക്ക് വരുന്നത് എന്നതാണ്. അങ്ങനെ എൽദോസ് മാറുകയാണെങ്കിൽ പരിഗണിക്കേണ്ട പേരുകൾ സംബന്ധിച്ച് സജീവ ചർച്ചകളും നീക്കവും നടക്കുന്നുണ്ട്. മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ മനോജ് മൂത്തേടൻ ആണ് പ്രധാനപ്പെട്ട ഒരു പേരായി പരിഗണിക്കുന്നത്. മുതിർന്ന നേതാവ്, നേരത്തെ വീക്ഷണത്തിന്റെ അടക്കം ചുമതല വഹിച്ചു പോരുന്ന ആളുമായ ജേസൺ ജോസഫിന്റെ പേരും സജീവമായി തന്നെ അവിടെ പരിഗണിക്കുന്നു. ഈ രണ്ട് പേരുകളിലേക്ക് പോകാം. അങ്ങനെ ആ തലത്തിൽ എൽദോസ് കുന്നപ്പള്ളിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുക എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. പക്ഷേ കോൺഗ്രസിൽ ഇത്തരം സീറ്റ് നിർണയ ചർച്ചകൾ, എറണാകുളത്തിന്റെ കാര്യത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം അവകാശപ്പെട്ടത് 14 സീറ്റും പിടിക്കണം, അതിനുവേണ്ടി ചില്ലറ ത്യാഗങ്ങളൊക്കെ പലരും സഹിക്കേണ്ടി വരും എന്ന നിലയ്ക്കാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള സജീവ ആലോചനയാണ്. പെരുമ്പാവൂർ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമാകുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ UDF-ൽ മാത്രമല്ല, കോൺഗ്രസിൽ മാത്രമല്ല, LDF-ലും സമാന രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അവിടെ കേരള കോൺഗ്രസ് M ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്, ബാബു ജോസഫ്. ആ കേരള കോൺഗ്രസ് M-ൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് CPM മത്സരിക്കണം എന്ന അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന് വലിയ ശക്തമായ അഭിപ്രായമുണ്ട്. അവർ അത് പറയുന്നത്, നേരത്തെ അവിടെ MLA ആയിരുന്ന സാജു പോളിനെ അവിടെ നിയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് ജയിക്കാൻ കഴിഞ്ഞ അവിടെ 2900 വോട്ടിന് മാത്രമാണ് ആ മണ്ഡലം നഷ്ടപ്പെട്ടത്, തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ UDF-ലും LDF-ലും ഒരേപോലെ ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സജീവ ചർച്ച പുരോഗമിക്കുകയാണ്. ഇതൊക്കെ തന്നെയും ചർച്ചകളാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് മുന്നണികൾ കടക്കുന്നതേയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് മാറി മറിയാൻ പോകുന്നത് സമവാക്യം എന്ന് കാത്തിരുന്ന് കാണാം.